കേരളത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന തീ പാറുന്ന മത്സരം നടക്കാൻ പോകുന്ന പൂഞ്ഞാർ മണ്ഡലത്തിലാണ് ഇന്ന് ദ ബിഗ് ഫൈറ്റ്. പി.സി. ജോർജ് എന്ന സിറ്റിംഗ് എം.എൽ.എയെ നേരിടാൻ വേണ്ടി ഇരു മുന്നണികളും ശക്തമായി രംഗത്തിറങ്ങുന്ന മണ്ഡലം എന്ന പ്രത്യേകത പൂഞ്ഞാറിനുണ്ട്. അതോടൊപ്പം തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇവിടെ. ഏത് തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും പൂഞ്ഞാർ മണ്ഡലം ചർച്ച ചെയ്യാൻ പോകുന്നത്? ഏതൊക്കെ രാഷ്ട്രീയ അടിയൊഴുക്കുകളായിരിക്കും പൂഞ്ഞാറിന്റെ ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നത്? ദ ബിഗ് ഫൈറ്റ് ഇന്ന് പരിശോധിക്കുന്നത് ഇതാണ്. പൂഞ്ഞാറിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. CPM ഏരിയ സെക്രട്ടറി ശ്രീ ശശിധരൻ, UDF സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്തി, NDA സ്ഥാനാർത്ഥി MR ഉല്ലാസ്, ജനപക്ഷ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ P.C. ജോർജ് ഈ ചർച്ചയുടെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനുള്ളിൽ. ശ്രീ ജോർജ് കുട്ടി, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന P.C. ജോർജ് ഇത്തവണ ജനപക്ഷ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുകയാണ്. 2 തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വ്യക്തമായി ഉയർത്തിയ ശേഷമാണ് ഇപ്പോൾ ഇരു മുന്നണികളിലും ഇല്ലാതെ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിന്. എത്ര വലിയ ഒരു മത്സരമാണ് പൂഞ്ഞാറിൽ നടക്കാൻ പോകുന്നത്? എന്താണ് പൂഞ്ഞാറിലെ ജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എവിടെ എങ്ങനെ മത്സരിക്കുന്നു എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ 5 വർഷം കൂടുമ്പോൾ നടത്തുന്നത് ഓരോ കാലഘട്ടങ്ങളിലും രൂപപ്പെടുന്ന നിയമത്തിൻ്റെ ദൗർബല്യത്തെ പരിഹരിക്കാൻ വേണ്ടി ശക്തമായ നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ആരെവിടെ മത്സരിക്കുന്നു ഒരു വ്യക്തി എന്നുള്ളതല്ല പ്രശ്നം. നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തി ഓരോ കാലഘട്ടത്തിലെയും ജനകീയ പ്രശ്നങ്ങൾ, പൊതുസമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ട, പുനർനിർമ്മാണം ചെയ്യപ്പെടേണ്ട നിയമപ്രക്രിയ, അങ്ങനെ സമഗ്രമായൊരു നിയമനിർമ്മാണത്തിൻ്റെ വേദിയിലേക്ക് അർഹതയും കഴിവും യോഗ്യതയും ജനകീയ സ്വഭാവവും മതേതര സ്വഭാവവും ഒക്കെയുള്ള ജനപ്രതിനിധികൾ, അഴിമതിയില്ലാത്ത ജനപ്രതിനിധികൾ അവർ തിരഞ്ഞെടുക്കപ്പെടണം. അതാണ് തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നത്. അതാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി 2 ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, രാഷ്ട്രീയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും വോട്ടും കൊണ്ട് തീരുന്നതല്ല. രാഷ്ട്രീയത്തിന് ഒരു നിർവചനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ പഠിച്ചിരിക്കുന്നതും രാഷ്ട്രീയ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിത വിവാഹനം ചെയ്യുന്നത്, രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ്. ആ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പൊതുവായ കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലം ചരിത്ര പാരമ്പര്യമുള്ള, സാംസ്കാരിക പ്രബുദ്ധതയുള്ള, ചരിത്ര സത്യങ്ങൾ കുടികൊള്ളുന്ന മനോഹരമായൊരു നിയോജകമണ്ഡലമാണ്. ഇതിന് 2 വശങ്ങൾ, 2 സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുനർക്രമീകരിക്കപ്പെട്ട പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു വശത്ത് മീനച്ചിൽ നദീതട സംസ്കാരം, തൊട്ടപ്പുറത്ത് പമ്പാ നദി ഉൾപ്പെടുന്ന മണവലിയാറിൻ്റെ ഒരു നദീതട സംസ്കാരം, മതമൈത്രിയുടെ ഈട്ടിലമായി ഈരാറ്റുപേട്ട, വിശ്വസാഹോദര്യത്തിൻ്റെയും ലോകത്തിനു മുമ്പിൽ അടയാളമായി നമുക്ക് എടുത്തു കാണിക്കാവുന്ന എരുമേലിയുടെ വിശ്വസാഹോദര്യത്തിൻ്റെ ദർശനങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും ലോകത്തിനു മുമ്പിൽ അഭിമാനിക്കാവുന്ന പൂഞ്ഞാർ നിയോജകമണ്ഡലം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈരാറ്റുപേട്ടയുടെ വികസനം അല്ലെങ്കിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ വികസനം സമഗ്രമായി. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. നാടിൻ്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച്, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു കർമ്മപരിപാടി ഉണ്ടായിരിക്കും. 2, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ എക്കാലവും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവിക്കേണ്ട ഒരു രാഷ്ട്രീയ സത്യമായി മാറേണ്ട പൂഞ്ഞാർ താലൂക്ക്, അത് സംഭവിക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി മുഴുവൻ സമയ പ്രവർത്തനം, കർമ്മോത്സമയ പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. 3, താലൂക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കും. അപ്പോൾ വികസന കാര്യങ്ങളിൽ നിത്യജീവിതത്തിൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ പോകേണ്ടി വരുന്നത് ആർക്കാണ്? സാധാരണ പാവപ്പെട്ട മനുഷ്യർക്കാണ്. അവർക്ക് ഒരു മേൽക്കൂരയുടെ കീഴിൽ എല്ലാ ഓഫീസുകളും അണിചേരുന്ന ഒരു മിനി സിവിൽ സ്റ്റേഷൻ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഈ മലയോര മേഖലകളിലും ഈരാറ്റുപേട്ട ടൗണിൽ ഉൾപ്പെടെ ഞാൻ വരുമ്പോൾ ജനസമൂഹത്തിൻ്റെ ഒരു ആവേശത്തിന് മുമ്പിൽ അവർ വെറും ഒരു വികാരപ്രകടനമല്ല നടത്തുന്നത്. 30 വർഷം അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ മഹാനായ KM ജോർജ് സാർ മുതൽ നിലവിലുള്ള MLA വരെ നിരവധിയായ പ്രഗത്ഭർ അതിന് നേതൃത്വം നൽകി. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവിടെ നേടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നം 1-2 ഒറ്റപ്പെട്ട പദ്ധതികൾ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജലസ്രോതസ്സുകളെ സാധ്യതയാക്കി കണ്ടുകൊണ്ട്
കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുന്ന വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു കർമ്മപരിപാടി ഈ 5 വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതിനുവേണ്ടുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാകും. കൂടാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്, രാഷ്ട്രം നിലനിൽക്കുന്നത് നാനാത്വത്തിലെ ഏകത്വമാണ്. 1000 ജാതിയും പല വംശങ്ങളും ഭാഷകളും മതവിശ്വാസങ്ങളും ഒക്കെയുള്ള ഭാരതത്തിൻ്റെ ബഹുസ്വരത, അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ബഹുസ്വരതയെ നിലനിർത്താൻ വേണ്ടിയിട്ട് വിശ്വസാഹോദര്യത്തിൻ്റെ ചിന്തകൾ, മതേതര ചിന്തകൾ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കർമ്മപരിപാടി, അതായിരിക്കും രാഷ്ട്രീയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ കർമ്മപരിപാടികൾ. ശശിധരൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് അടർന്നു വീണ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്താണ് ഇടതുപക്ഷത്തിന്റെ ഈ മണ്ഡലത്തിലെ പ്രതീക്ഷ? എന്താണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ശ്രീ PC ജോസഫ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ നടത്തിയ ആളാണ്. UDF ഗവൺമെൻറ് കൊടുത്ത കേരള ഫീഡ്സിൻ്റെ ചെയർമാൻ സ്ഥാനം കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ കേരള കോൺഗ്രസ് ശരിയായ രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ UDF കൊടുത്ത ചെയർമാൻ സ്ഥാനം വലിച്ചെറിഞ്ഞ് കർഷക പ്രസ്ഥാനവുമായി ഇറങ്ങിത്തിരിച്ച ആളാണ് ശ്രീ PC ജോസഫ്. ഇവിടെ കൃഷിക്കാർ റബ്ബർ വിലയിടിവിൻ്റെ പേരിൽ വളരെ നട്ടം തിരിയുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യം മേടിക്കുന്ന കാലത്ത് 250 രൂപ 1 കിലോ റബ്ബറിന് വില കിട്ടിയതാണ്. ഇന്ന് 100 രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് താന്നു. യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ശ്രീ KM മാണി പറയുന്നു ഇവിടെ 300 കോടി രൂപ കൊടുത്ത് ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരെ രക്ഷിക്കുമെന്നാണ്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ 2 റബ്ബർ സൊസൈറ്റികൾ പാലായിലുണ്ട്. ആ സൊസൈറ്റികൾ അവിടുത്തെ കൃഷിക്കാർക്ക് അവരുടെ റബ്ബർ പാൽ കൊടുത്ത വകയിൽ അതിൻ്റെ വിലയും അവർ നൽകിയ ഡിപ്പോസിറ്റുമായി 300 കോടിയിലധികം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. ഇവിടുത്തെ കാർഷിക മേഖല ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ കൃഷിക്കാരുടെ നികുതി 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ശ്രീ KM മാണി ചെയ്തത്. കാർഷിക മേഖല ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ അതിൻ്റെ അനുബന്ധമായി വ്യാപാര മേഖലയും എല്ലാം പ്രതിസന്ധിയാണ്. നമ്മുടെ ഓട്ടോറിക്ഷക്കാർക്ക് പോലും ഓട്ടം കിട്ടുന്നില്ല. ഇത്തരത്തിൽ ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ അതിനെതിരെ ശക്തമായി ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും, യാതൊരു സംശയവും വേണ്ട. ആ കർഷക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് PC ജോസഫ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ PC ജോസഫിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്നത്. PC ജോസഫ് ഇവിടെ നല്ല നിലയിൽ വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. MR ഉല്ലാസ്, എന്തിന് ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? പൂഞ്ഞാറിൻ്റെ സമഗ്രമായ വികസനമാണ് NDA ലക്ഷ്യം വെക്കുന്നത്. റബ്ബറിൻ്റെ വിലയിടിവ് പൂഞ്ഞാറിലെ സാധാരണക്കാരായിരിക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളുടെയും ജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവിന് വേണ്ടുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ പ്രഷർ ചെലുത്തുവാനായി സാധിക്കും. പൂഞ്ഞാറിലെ ചിരകാല സ്വപ്നമായിരിക്കുന്ന പൂഞ്ഞാറിൻ്റെ താലൂക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിരിക്കുന്ന നടപടികൾ ഏറ്റവും ത്വരിതഗതിയിൽ പൂർത്തിയാക്കും. അതോടനുബന്ധിച്ച് തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ, താലൂക്ക് സമുച്ചയം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ പൂഞ്ഞാറ് അനന്തമായ ടൂറിസം സാധ്യതയുള്ള ഒരു മേഖലയാണ്. പൂഞ്ഞാറ്, ഇരാറ്റുപേട്ട, തീക്കോയി, കൂട്ടിക്കൽ, മുണ്ടക്കയം പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടൂറിസം പാക്കേജ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കും. അതുപോലെ തന്നെ പ്രധാനമായിരിക്കുന്ന 3 ടൗണുകൾ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരിക്കുന്ന ഇരാറ്റുപേട്ടയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഇരാറ്റുപേട്ടയെ ഒരു ടൗൺഷിപ്പാക്കി ഉയർത്തിക്കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റൊന്ന് മുണ്ടക്കയം മറ്റൊരു പ്രധാനപ്പെട്ട ടൗണാണ്. ആ മുണ്ടക്കയത്തെ ഹൈറേഞ്ചിൻ്റെ കവാടമായിരിക്കുന്ന മുണ്ടക്കയത്തെയും ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരികയും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ വികസിപ്പിക്കുകയും ചെയ്യും. മതമൈത്രിയുടെ ഈറ്റില്ലമായിരിക്കുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന എരുമേലിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണ്. എരുമേലിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എരുമേലിയെ ഏറ്റവും നല്ല ലോകം ശ്രദ്ധിക്കുന്ന, ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന നടപടികൾ എല്ലാം സ്വീകരിക്കും, ഏറ്റവും അടിയന്തരമായി തന്നെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം എന്ന പദ്ധതിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. കുടിവെള്ളം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ പ്രോജക്റ്റ് തയ്യാറാക്കുകയും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പൂഞ്ഞാർ മണ്ഡലം പച്ചക്കറിയിലും പാൽ ഉൽപാദനത്തിലും മുട്ടയിലും
ഈ കാര്യങ്ങളിലെല്ലാം സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ഒരു സ്വപ്നവും അതൊരു സ്വപ്ന പദ്ധതിയല്ല, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യും. അപ്പോൾ പൂഞ്ഞാറിന്റെ സമഗ്രമായ വികസനമാണ് BJP, BDJS ഉൾപ്പെടുന്ന NDA മുന്നണി ലക്ഷ്യം വെക്കുന്നത്. PC ജോർജ്, ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തി വിജയിക്കാൻ താങ്കൾക്ക് പൂഞ്ഞാർ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് പൂഞ്ഞാറിലുള്ളത്, താങ്കൾക്കുള്ളത്. താങ്കൾ ഇന്ന് ഇരു മുന്നണികളുടെയും ഭാഗമല്ല, ഒറ്റയ്ക്ക് നിന്ന് ജനപക്ഷത്തു നിന്നാണ് ജനവിധി തേടുന്നത്. എന്തിന് പൂഞ്ഞാറിലെ ജനം ഇനി PC ജോർജിന് വോട്ട് ചെയ്യണം? നാടിന് നന്മയുണ്ടാകാൻ ജനങ്ങൾ PC ജോർജിന് വോട്ട് ചെയ്യണം, സംശയം വല്ലതും ഉണ്ടോ? പിന്നെ ഒരു വിമാനത്താവളം ഉണ്ടാകണം എന്ന ആഗ്രഹം പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. ഒരു കപ്പൽ നിർമ്മാണശാല ഈരാറ്റുപേട്ട വേണമെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നടപ്പാക്കേണ്ടവൻ ഞാനാണെന്ന് എനിക്കറിയാം. നടപ്പാക്കാൻ പറ്റാത്ത കാര്യം പറയാൻ പറ്റുമോ? അതുകൊണ്ടാണിത് പറയാതിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. മീനച്ചി താലൂക്ക് പൂഞ്ഞാർ എന്താണെന്ന് ഒന്ന് ആദ്യം പറയാം. പൂഞ്ഞാർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എരുമേലി ഉൾപ്പെടെ, എരുമേലി, പാറത്തോട്, കോരുത്തോട്, കൂട്ടിക്കൽ ഉൾപ്പെടെ, നമ്മുടെ മുണ്ടക്കൈ ഉൾപ്പെടെ 5 പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ്. ഈരാറ്റുപേട്ട, തിടനാട്, പൂഞ്ഞാർ തെക്കര, പൂഞ്ഞാർ തീക്കോയി അത് മീനച്ചി താലൂക്കിലാണ്. 2 കൾച്ചറാണ്. മനുഷ്യൻ്റെ പ്രവർത്തനം പോലും 2 കൾച്ചറാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, 2 മേഖലയാണ്. ഞാൻ പോലും ഈരാറ്റുപേട്ടക്കാരനായി, എൻ്റെ നാട്ടിലായത്, ഇപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്ത വീടായത്, ഞാൻ പോലും കാഞ്ഞിരപ്പള്ളി യാത്ര ചെയ്യാറില്ല. കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. ആകെയുള്ളത് കൂട്ടിക്കൽ പഞ്ചായത്താണ്. കൂട്ടിക്കൽ പഞ്ചായത്ത് പൂഞ്ഞാറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും 1980 ഞാൻ MLA ആയി വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സൗകര്യാർത്ഥം ആ കൂട്ടിക്കൽ പഞ്ചായത്തിനെ ഒരു പുതിയ വില്ലേജ് ഉണ്ടാക്കി. അത് ശ്രീനിവാസൻ എന്ന് പറയുന്ന മന്ത്രി, എനിക്ക് നന്ദിയുണ്ട് അദ്ദേഹത്തോട്, വൈക്കംകാരനായിരുന്നു. ഈരാറ്റുപേട്ടക്കാരനായ വെളിയത്ത് സേതുമാക്കാട് ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ആ മന്ത്രി. അപ്പോൾ ആ ബന്ധം വെച്ച് എന്നോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. കൂട്ടിക്കൽ വില്ലേജ് രൂപീകരിക്കുകയും ആ വില്ലേജ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതും താലൂക്ക് അങ്ങനെയായി. അപ്പോൾ 5 വെച്ചാണ്. അതിൽ ഈരാറ്റുപേട്ട എൻ്റെ പഞ്ചായത്ത് ഇപ്പോൾ ഞങ്ങൾ അത് മുനിസിപ്പാലിറ്റി ആക്കി. ഇവിടെ താലൂക്ക് വേണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു, താലൂക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള ഒരു സ്ഥലം ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അവിടെ 6-7 വില്ലേജുകളേ ഉള്ളൂ, എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കേണ്ടത് എവിടെയാണ്? എടുക്കേണ്ടത് മൂന്നിലവ്, മേലുകാവ്, തലനാട്, തലപ്പലം, ഭരണങ്ങാനം ഉൾപ്പെടെയുള്ള മേഖല എടുക്കേണ്ടത്. അത് മുഴുവൻ ഇപ്പോഴത്തെ ജോർജ് ആഗസ്റ്റിയുടെ നേതാവിൻ്റെതാണ്. കഴിഞ്ഞ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടിയാണല്ലോ അദ്ദേഹം മാണി ഗ്രൂപ്പായി. ആ മാണിയുടെ നിയോജകമുള്ള അത് മാണി അത് നമുക്ക് തരികയില്ല. മാണിയാണ് കഴിഞ്ഞ ഈ താലൂക്ക് രൂപീകരണ ചർച്ച, അതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വലിയ തർക്കമുണ്ടായി. ഞാൻ പറഞ്ഞു താലൂക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. താലൂക്ക് വേണം, ഈരാറ്റുപേട്ട വേണം, പൂഞ്ഞാർ താലൂക്ക് വേണം. അത് ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്. താലൂക്കിൻ്റെ പേര് പൂഞ്ഞാർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഈരാറ്റുപേട്ട. അതെല്ലാ പാർട്ടിയും കൂടിയതാണ്. ഈ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയും കൂടി ഞങ്ങൾ പേട്ടെ തീരുമാനിച്ചതാണ്. പക്ഷെ സംഭവിച്ചെന്താ? താലൂക്ക് കൊടുക്കാം, പക്ഷേ തർക്കമായി. ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു താലൂക്കും ഉണ്ടാവില്ല, പൂഞ്ഞാർ താലൂക്ക് ഈരാറ്റുപേട്ട കേന്ദ്രമായി താലൂക്കല്ല, താലൂക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആ തർക്കത്തിനൊടുവിൽ നമ്മുടെ MLA-മാരെല്ലാം എൻ്റെ പുറകെയായി. അതായത് നമ്മുടെ താലൂക്കിൻ്റെ അത്രയും വലിയ വില്ലേജുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതൊക്കെ വിഭജിക്കാതിരിക്കാൻ പറ്റുമോ? സഹായിക്കണം. ഞാൻ പറഞ്ഞു സഹായിക്കാം, ഈരാറ്റുപേട്ട കൂടെ തന്നേരെ. ഈ തർക്കം നിന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇപ്പം ജീവിച്ചിരിപ്പുള്ള നിങ്ങൾക്ക് ആർക്കും ഫോൺ ചെയ്ത് ചോദിക്കാം, ഉമ്മൻചാണ്ടി, അവർ 2 പേരും ഉൾപ്പെടെ വിളിച്ചൊരു ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒത്തുതീർപ്പ് എന്താ? തൽക്കാലം നമുക്ക് മുനിസിപ്പാലിറ്റി ആവട്ടെ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ആവട്ടെ. ഇപ്പോൾ താലൂക്ക് കൊടുക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നമ്മുടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഒരു താലൂക്ക് വേണം, നമ്മുടെ ഏറ്റുമാനൂർ താലൂക്ക് വേണം. KM മാണിയുടെ നിർബന്ധം കൊറലങ്ങാട് താലൂക്ക് വേണം, തർക്കം നിൽക്കുന്നു. അപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ മാത്രമായിട്ട് ഇത്രയും താലൂക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് സാധ്യമല്ല എന്ന്. ശരി, അങ്ങനെ ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മധ്യസ്ഥലുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി ആക്കി നിർത്തിയത്. ഇനി എന്ന് താലൂക്ക് പ്രഖ്യാപിക്കുന്നു അന്ന് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല. KM മാണി ജീവിച്ചിരിക്കുമ്പോൾ
മാണിയുടെ നിയോജകമുള്ള സ്ഥലം ഇങ്ങോട്ട് തന്ന് ഒരു താലൂക്ക് രൂപീകരണം നടക്കാൻ പോകുന്നില്ല. ഈ സത്യം നമ്മൾ അറിയണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കാം. തീർച്ചയായും ഒരു താലൂക്ക് ആവശ്യമാണ്. ഈരാറ്റുപേട്ട കേന്ദ്രമായി താലൂക്ക് ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മൊത്തം കാര്യം എടുത്ത് പരിശോധിച്ചാൽ വളരെ എളിമയോടുകൂടി പറയട്ടെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയോ? ഈരാറ്റുപേട്ട പ്രത്യേകത, ഈരാറ്റുപേട്ടതിൻ്റെ പ്രത്യേകം പറയാൻ നിർബന്ധനാണ്. ഇവിടെ ഒരു യു പി സ്കൂളായിരുന്നു അതീത്. ആ യു പി സ്കൂൾ നേരെ കുറ്റിപ്പാറ എന്ന സ്ഥലത്ത് നമ്മുടെ ടി വി ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ട് വെച്ചതാണ്. പിള്ളേർ മുഴുവൻ തോക്കും, വലിയ ഗതികേട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഹൈസ്കൂളാക്കാം. ഹൈസ്കൂളാക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ഇവിടെയുള്ള അണ്ണന്മാർ വെച്ച് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് എന്നോട് ചോദിച്ചു. ഹൈസ്കൂളാക്കണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ബലമായിട്ട് ഹൈസ്കൂളാക്കി. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളാക്കി. ഇപ്പം നില എന്താണെന്നറിയോ? അന്ന് ഞങ്ങളുടെ ഈ പ്രദേശത്തെ എൻ്റെ വാടാ ഇത് സത്യത്തിൽ തൊട്ടതാണ്. ഇവിടുത്തെ ജനങ്ങൾ ഈരാറ്റുപേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചിന്താഗതി യാതൊരു കാരണവശാലും വിദ്യാഭ്യാസമല്ല, കച്ചവടത്തോട് മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ എന്ന ചിന്തയാണ്. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ മാത്രം സേവനമെന്നല്ല, ഈരാറ്റുപേട്ടയിൽ സാംസ്കാരികമായ മാന്യതയുള്ള ആളുകളുടെ ഭഗീരഥ പ്രയത്നം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം കൊണ്ട് കെരീശായി പന്തലിച്ചു പോയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിക്കൂടങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ സ്ഥലമായി വെറും 2000 ഏക്കർ മാത്രമുള്ള ഈരാറ്റുപേട്ടയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളിയവനായ എൻ്റെ ഒരു ചെറിയ സംഭാവന ഉണ്ടെന്ന് ഈരാറ്റുപേട്ടയെ മുഴുവൻ ആളുകൾ സമ്മതിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒറ്റ കാര്യം കൂടെ ഗോവിഷ്ണ, ഈരാറ്റുപേട്ട പ്രത്യേകത ഞാൻ പറഞ്ഞു, ബാക്കിയൊന്നും പറഞ്ഞില്ല. ശബരിമലയെ ശബരിമലയുടെ അനുബന്ധ നഗരമായി എരുമേലിയെ മാറ്റിയെടുത്തത് ഈ പാവം PC തന്നെയാണ്. അത് ടൗൺഷിപ്പാക്കി എരുമേലി. അവിടെ 52 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയം കവാടം എന്ന് പറഞ്ഞു. എന്നോട് ഞാൻ ചെന്നപ്പോഴും കവാടം എന്ന് പറഞ്ഞു. കവാടവും ഇല്ല, ഒന്നുമില്ല. മനുഷ്യർ യാത്ര ചെയ്യാൻ പറ്റാത്ത എരുമേലി മുണ്ടക്കയം എന്ന് സുഗമമായി റോഡ് മുഴുവൻ ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുക. കവാടമാക്കി മാറ്റി. അവിടെ ബൈപ്പാസ് പണി നടന്നുകൊണ്ടിരിക്കുക. അറിയാവോ? ഇതൊന്നും കണ്ടില്ലെന്ന് വെച്ച് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ ചോദ്യം, 10-30 വർഷക്കാലമായിട്ടുള്ള ഈരാറ്റുപേട്ട താലൂക്ക് എന്ന ആവശ്യം ഈ നിയോജക മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ താലൂക്ക് 30 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അങ്ങേക്കല്ലേ അത് കൊണ്ടുവരാൻ, ഈ 2015 മുമ്പ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ താല്പര്യം? മറ്റൊന്നുള്ളത്, 2010 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ KM മാണി സാറിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങാണ്. അപ്പോൾ 2010-14 കാലയളവിൽ അങ്ങ് KM മാണി സാറിനെ പുകഴ്ത്താത്ത വാക്കുകളില്ല. ഇത്ര വലിയ ക്രൂരനായിരുന്നു KM മാണി സാറെങ്കിൽ എന്തിനാണ് അങ്ങ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നും 2010 മുതൽ 14 വരെയുള്ള കാലയളവിൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു മഹാനായ നേതാവാണെന്നും അങ്ങ് പറഞ്ഞുകൊണ്ട് ന്യായമായ ചോദ്യം, കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വളരെ വിനയത്തോട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ എൻ്റെ ഒരു എൻ്റെ കഴിവുകേട് സമ്മതിക്കാം. എൻ്റെ കഴിവുകേട് എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല, സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എന്നെ MLA സ്ഥാനത്ത് നിന്ന് ഈ മാണിയും ഉമ്മൻചാണ്ടിയും എല്ലാം കൂടെ ഇറക്കി വിട്ടിരിക്കുകയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരില്ലേ? ഞാനില്ലല്ലോ നിയമസഭയിൽ. ആ ബഡ്ജറ്റിനകത്ത് അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ മേലായിരുന്നോ ഈരാറ്റുപേട്ട താലൂക്ക്? വർത്തമാനം പറയുന്നു. 5 മന്ത്രിമാരെ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന മാന്യന്മാർ പ്രസംഗിക്കുക. ഇവിടെ ഞാനില്ലാതെ ഇടതുപക്ഷം ഭരിച്ചില്ലേ? നിങ്ങൾ ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റായിരുന്നു. വർത്തമാനം പറയുക. അപ്പൊ എല്ലാവരും വർത്തമാനം സൂക്ഷിച്ച് പറയണം. പിന്നെ ഞാൻ മാണിയെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു പിഴവാണ്. മാണിയോടൊപ്പം യോജിച്ചത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അന്ന് ഈ അഴിമതി കേസ് പ്രതിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആകണം എന്നൊരാഗ്രഹം എന്നോട് പറഞ്ഞപ്പം അദ്ദേഹത്തെ അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് കേരള കോൺഗ്രസ്സുകാരൻ്റെ എൻ്റെ കടമയാണ്. മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ ലീഗുകാരനൊരു സന്തോഷം തോന്നുകയല്ലേ? അതുപോലെ PC ഒരു സന്തോഷം തോന്നിയെന്നുള്ളൂ. അത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിൻ, സ്ഥാനാർത്ഥിത്വത്തോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗമായ ആളാണ് താങ്കൾ എന്ന് നേരത്തെ അദ്ദേഹം നടത്തിയ പരാമർശം കേട്ട് കാണുമല്ലോ. അത് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. അത് ബഹുമാനപ്പെട്ട PC ജോർജ് സാറിൻ്റെ അറിവുകേട് കൊണ്ട് പറഞ്ഞതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൊരട്ടി സെൻറ്റ് മേരീസ് സ്കൂളിൽ KSCയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ ജീവിതം. അതിനുശേഷം പാലാ സെൻറ്റ് തോമസ് കോളേജിലെ മാഗസിൻ എഡിറ്ററായും കോളേജ് യൂണിയൻ ചെയർമാനായും ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ PC ജോർജ് വേറൊരു പാർട്ടിയിലായിരുന്നു, അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ മറ്റൊരു വിഭാഗത്തിലായിരുന്നു. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഞാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുണ്ട്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായും
7.5 വർഷം മെമ്പറായും വൈസ് പ്രസിഡന്റായും ഞാൻ സേവനം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ 2 ചിഹ്നത്തിൽ മത്സരിച്ച്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ 10 വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചുമതല വഹിച്ചുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. അതെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായിട്ടാണ്. പാർട്ടിക്ക് വേണ്ടി അവസാനം വരെ പോരാടുന്ന ഒരു ആത്മാർത്ഥതയുള്ള പ്രവർത്തകനെന്ന ഒരു തിരിച്ചറിവിലാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം. വീണ്ടും 10 വർഷം എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് കേരള കോൺഗ്രസ്സുകാരനായതല്ല. കേരള കോൺഗ്രസ് കൾച്ചറുള്ള ഒരു വ്യക്തി, കേരള കോൺഗ്രസ് കുടുംബാംഗമായ എന്നെ കേരള കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നു. അതാണ് എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യം. ഇവിടെ ഒറ്റ മിനിറ്റ് ശശിധരൻ, ഇവിടെ MLA എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് PC ജോർജ് പറഞ്ഞു. തൃപ്തികരമാണോ അത്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി ശ്രീ PC ജോർജ് MLA ആയിരിക്കുന്ന കാലത്ത് കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് അത് ഇടതുപക്ഷ നായനാർ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. സഖാവ് നായനാർ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. ഈ ഫയർ സ്റ്റേഷൻ സഖാവ് നായനാർ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ മുന്നണി നിന്നിരുന്ന കാലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് MLA മാത്രം ഗുണമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഗുണമാണ്. ഇവിടെയുള്ള നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയി പ്രഖ്യാപിച്ച ശ്രീ PJ ജോസഫ് PWD മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അത് സഖാവ് നായനാർ മന്ത്രിസഭയിലാണ്. പമ്പ പിന്നെ കൊടൈക്കനാൽ പമ്പ സ്റ്റേറ്റ് ഹൈവേ, പക്ഷെ അത് വന്നില്ല, പിന്നെ വന്നിട്ടില്ല. ഇതാണ് സംഭവം. അപ്പോൾ PC ജോർജ് ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പം അത് വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ അല്ല, അന്നിരിക്കുന്ന ഗവൺമെൻറ് ഭാഗമാണ്. പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് വരുമെന്ന് ആരെങ്കിലും വിചാരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് വ്യക്തിയുടെ അല്ല, ആ ഭരണത്തിൻ്റെ നേട്ടമാണ്. ഞാൻ ശശി പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായ നയനാർ കാലത്താണ്. പക്ഷേ നയനാരോട് എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ട് ആ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് നയനാർ ഹിൽസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവിടെ നയനാർ ഹിൽസ് എന്ന് പേരിട്ടത് അദ്ദേഹം അവിടെ ഒളിച്ചിരുന്ന വലിയ മനുഷ്യനാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, NN ജോസഫ് മന്ത്രിയായിരുന്നു ഇടതുപക്ഷത്ത്, ഞാൻ തോറ്റിരിക്കുകയായിരുന്നു. ഒന്നും ഈ നിയമത്തിലുണ്ടായില്ല. അതെന്താ ഉണ്ടാകാത്ത? ഇടതുപക്ഷ ഭരണത്തിൻ്റെ മഹത്വമാണെ ഉണ്ടാകണമായിരുന്നല്ലോ, ഉണ്ടായില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, പ്രിയങ്കനായ ജോയി എബ്രഹാം ഇവിടെ MLA ആയിരുന്നല്ലോ, അദ്ദേഹം UDFൻ്റെ ആയിരുന്നല്ലോ, ഭരണകക്ഷിയായിരുന്നല്ലോ. ഒന്നും ഉണ്ടായി ഞാൻ കണ്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഉണ്ടാകാഞ്ഞത്? അത് പറയണ്ടേ? അപ്പോൾ MLA ആകുന്ന വ്യക്തിയുടെ പ്രവർത്തനത്തിനും കുറേയേറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അത് ശശി നിഷേധിക്കരുത്. ശ്രീ PC ജോർജ് പറഞ്ഞത് ശരിയാണ്. UDFൻ്റെ ഭരണകാലത്ത് ശ്രീ PC ജോർജ് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ഭരണകാലത്ത് ശ്രീ PC ജോർജിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ഭരണത്തിന്റെ ഗുണമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ NM ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ ശ്രീ KM മാണി പ്രഖ്യാപിച്ചു ഏറ്റുമാനൂർ ഈരാറ്റുപേട്ട ഹൈവേ. ഏറ്റുമാനൂരിൽ നിന്ന് പാലാ വരെ പണിത് നിർത്തി. അത് കഴിഞ്ഞ് പാലാ മണ്ഡലത്തിലേക്ക് തലപ്പലം കൂടെ വന്നപ്പോൾ പെട്ടെന്ന് റോഡ് നീട്ടി ഈരാറ്റുപേട്ട വരെയാക്കി. ശ്രീ NM ജോസഫ് മന്ത്രിയായിരുന്ന കാലത്താണത് പൂഞ്ഞാർ ഹൈവേ ആക്കി, ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ. പക്ഷെ അത് പിന്നെ കാര്യമായി പണിയൊന്നും നടന്നിട്ടില്ല. ശ്രീ KM മാണി അതിന് പണം കൊടുത്തിട്ടില്ല. ഇതാണ് സംഭവം. ആ റോഡ് പണിത് ഞാനാ, ശശി ഓർക്കണം. പിന്നെ വേറൊന്നും ശശി പറയുമ്പം ഇതൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ UDF ഭരണമല്ലേ, UDF MLA ആൻ. അപ്പോൾ UDF MLA ആയ ഞാൻ ഇതിനു മുമ്പ് UDF ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും UDF MLA കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നു. എരുമേലിയിൽ ഒരു വാട്ടർ സപ്ലൈ ഉണ്ടായില്ല. ഇപ്പോൾ 52 കോടി വാട്ടർ സപ്ലൈ നടക്കുക. ശബരിമലയുടെ അനുബന്ധ നഗരം എരുമേലിയെ മാറ്റിയിരിക്കുക. മുണ്ടക്കയത്തൊന്നും നടന്നില്ല. ഇടതുപക്ഷ നയനാർ ഭരണകാലത്തിന് ഇടതുപക്ഷ MLA ഉണ്ടായിരുന്നല്ലോ മുണ്ടക്കയത്ത്. ആ ഇടതുപക്ഷ MLAയുടെ കാലത്തും ബൈപ്പാസ് ഉണ്ടായില്ല, അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു MLA അവൻ്റെ കടമ നിർവഹിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന സത്യം നിഷേധിക്കുക. പൊതു രാഷ്ട്രീയ വിഷയങ്ങളല്ല. PC ജോർജ് മണ്ഡലത്തിലെ വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് നേരത്തെ സംസാരിച്ചത്. ഉല്ലാസിന് എന്താണ് പറയാൻ? ജോർജ് സാറ് 10-26 വർഷക്കാലം തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും അവസരം കിട്ടിയിട്ട് ഇതുവരെ ചെയ്തില്ല എങ്കിൽ ഇനി എന്ന് ചെയ്യാനാണ്? ഇത്രയേ ഉള്ളൂ. സാറിന്റെ വികസന സ്വപ്നങ്ങൾ എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ഒരു അവസരം പൂഞ്ഞാറിൽ PC ജോർജ് സാറിനില്ല. ഇപ്പം TV എബ്രഹാം മത്സരിച്ച സമയത്ത് TV എബ്രഹാം എന്നുള്ള പേരിന് താലൂക്ക് വിഴുങ്ങി എന്നൊരു പേര് കൊടുത്ത ആളാണ് PC ജോർജ് സാറ്. അതിപ്പോ സാറ് കളവല്ല, TV എന്നുള്ളൊരു T താലൂക്ക് V വിഴുങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ല, അന്ന്. എന്നിട്ട് ഇപ്പൊ താലൂക്കിനെതിരായ നേതാക്കന്മാർ മുഴുവൻ താലൂക്ക് പങ്കിട്ടെടുക്കുന്ന പുതുപ്പള്ളിയിൽ വന്നാലേ വരുള്ളൂ, അവിടെ കടുത്തുരുത്തിയിൽ വന്നാലേ വരുള്ളൂ എന്ന് പറയുന്നതിനകത്ത് എന്താണ് സർക്കാർ? യാതൊരുവിധ കാര്യവുമില്ല. 26 വർഷം ചെയ്തു, ഇനിയും ചെയ്യാനുണ്ട്. ഇനി ഇവിടെ പുതുതലമുറ വരട്ടെ, ഇനി പുതിയ മാറ്റങ്ങൾ വരട്ടെ. മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ. ആ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഉള്ള ചെറുപ്പക്കാരും കളവന്മാർ വന്നിട്ട് കാര്യമുണ്ടോ?
വല്ല അതല്ല 19 സാറേ, വയസ്സുള്ള ഞാൻ പിള്ളേര് മാറ്റത്തിന് വരുത്തുന്നു. വേണ്ടിയാ അപ്പൊ നമുക്ക് ചെറുപ്പക്കാരനായിരിക്കുന്ന ഞാൻ ആലോചിക്കാം ഇതുപോലെ മാറ്റത്തിന് ഗവർണർമാരോട് വന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA എൻ്റെ അയൽവാസി ശ്രീ PC ജോർജ് അവர்களോടാണ് ചോദിക്കാനുള്ളത്. പൂഞ്ഞാർ താലൂക്ക് ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം 8 താലൂക്കുകൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു. 12. ബഹുമാനപ്പെട്ട അങ്ങ് അന്ന് ഭരണകക്ഷിയുടെ MLA ആയിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം പ്രതികരിക്കുന്ന അങ്ങേക്ക് ഈരാറ്റുപേട്ട താലൂക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാനോ ഒരു സത്യാഗ്രഹം നടത്താനോ ഈ സത്യാഗ്രഹത്തിലൂടെ ഭരണത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്ന് അത് നേടിയെടുക്കാനോ അങ്ങേക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പരമദയനീയമാണ്. മറ്റൊരു കാര്യം, ഈരാറ്റുപേട്ടയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. 55 വർഷത്തെ പാരമ്പര്യമുണ്ട്. 2 ഏക്കർ 20 സെൻറ്റ് സ്ഥലമുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട രോഗികളുടെയൊക്കെ ആശ്രയ കേന്ദ്രമാണ്. അങ്ങ് 27 വർഷക്കാലം MLA ആയിരുന്നപ്പോൾ ആ ഹോസ്പിറ്റൽ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഫണ്ടിൽ നിന്ന് എത്ര രൂപ നൽകിയിട്ടുണ്ട്? അവിടെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്? PHC ആയിരുന്ന ആ ഹോസ്പിറ്റലിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആക്കാൻ പോലും അങ്ങേക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഈരാറ്റുപേട്ട അങ്ങയുടെ വികസന ഫണ്ടിൽ നിന്ന് ഒരു വർഷം 1 കോടി രൂപ വെച്ച് അങ്ങക്ക് കിട്ടും. ലാസ്റ്റ് 10 വർഷക്കാലത്തെ ഫണ്ടുകൾ എടുക്കാം. ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അങ്ങയുടെ വികസന ഫണ്ടിൽ നിന്ന് എത്ര രൂപ മുടക്കിയിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളുമായി? തന്നെയാണോ ജീവിക്കുന്നത്? അതെ 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 അതെ. വേറെ ഒരു കാര്യം കൂടി, വേറെ ഒന്നും കൂടി എനിക്ക് ബഹുമാനപ്പെട്ട NDA സ്ഥാനാർത്ഥിയോട് ചോദിക്കുക. ബഹുമാനപ്പെട്ട NDA സ്ഥാനാർത്ഥിയോടൊന്ന് ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട NDA സ്ഥാനാർത്ഥിയോട് ദയവായി ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട NDA സ്ഥാനാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, സംഭരണം ജാതീയ അടിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇന്ത്യയിലെ സംഭരണം എടുത്തു മാറ്റണമെന്നും BJPയും അതിന് നേതൃത്വം കൊടുക്കുന്ന RSSും പറയുമ്പോൾ സംഭരണം ജാതീയ അടിസ്ഥാനത്തിൽ നിലനിർത്തണമെന്ന് SNDPയും VDJSും കൂടി പറയുന്നു. സംഭരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന BJPയും ജാതീയ സംഭരണം നിലനിർത്തണമെന്ന് പറയുന്ന VDJSും കൂടി എങ്ങനെ ചോദിക്കാൻ കഴിയും? ചോദ്യങ്ങൾ പറയണമെങ്കിൽ ഉത്തരം വേണമെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും. നിങ്ങൾ ക്ഷമിക്കുക, എല്ലാ ഉത്തരം പറയട്ടെ. ബഷീർ എന്ന് പറയുന്ന ആൾ നമ്മുടെ സർവീസ് ആൻഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത ആളുമാണ്. അദ്ദേഹത്തിൻ്റെ KSRTC നിന്ന് പെൻഷൻ പറ്റിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മുൻവശത്ത് അദ്ദേഹം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുക. അദ്ദേഹം വന്ന് അഭിനന്ദിച്ച് എന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ 1.5 കോടി രൂപ വെച്ച് കൊടുത്ത് കയറി കണ്ണി കയറാത്ത എൻ്റെ കുഴപ്പമാണോ? ചേന്നാട് കാവലെ ജീവിക്കുന്നവന് ഈരാറ്റുപേട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ 1.5 കോടി രൂപയുടെ കെട്ടിടം പണിത് വെച്ച് കാണുന്നില്ലെന്ന് ആരോടാ പറയുന്നത്? കോഴിക്കോടോ? നിനക്ക് സൗകര്യം ഉണ്ട് അതിനകത്ത് ഇരുന്നാൽ മതി എന്ന് വെച്ചാൽ കോഴിക്കോട് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? കോഴിക്കോട് ആ 1.5 കോടി രൂപയുടെ, അതായത് ഈ ചോദിച്ചതിൻ്റെ വീട്ടിൽ 1.5 കോടി രൂപയുടെ കോഴിക്കോടാണ് ഉള്ളത്. മനസ്സിലായില്ലേ? 1.5 കോടി രൂപയുടെ കോഴിക്കോടിന് ഉടമയാവൻ. ഈയനെ നാണം കെട്ട ചോദ്യമായിട്ട് ഇറങ്ങാൻ നാണം വേണ്ടേ? അടുത്തത് ചോദിച്ചെന്താ? MLA ഫണ്ട് കൊടുത്തോ? MLA ഫണ്ട് കൊടുത്തോ? ഞാൻ പറഞ്ഞുതരാം MLA ഫണ്ട് കൊടുത്തോന്ന്. ഇവിടെ MLA ഫണ്ട് കൊടുത്തത് മുഴുവൻ ഞാൻ കൊടുത്തതേ ഉള്ളൂ. വേറെ ആര് കൊടുത്തതാ ഉള്ളത് ഇവിടെ? MLA ഫണ്ടിന് പ്രസ്ഥാനം പറയുന്നു. ഈ നിയോജക മണ്ഡലത്തിൽ ഈരാറ്റുപേട്ട നിങ്ങൾ തന്നെ പറയുന്നത് 26 കൊല്ലമായിട്ട് PC ജോർജ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെ ആയിട്ട് എത്ര റോഡുണ്ട്? ഇവിടുത്തെ ഒറ്റയെണ്ണം മതിയല്ലോ. ഇവിടുത്തെ നമ്മുടെ തെക്കേക്കര മകൻ്റെ അതിലുള്ള റോഡ് ആരുണ്ടാക്കിയതാ? മുത്താരംകുന്ന് റോഡ് ഉണ്ടാക്കിയത് ആരാ? ജിലാനിപ്പള്ളി റോഡ് ടാർ ചെയ്തത് ആരാ? ജവാൻ റോഡ് ടാർ ചെയ്തത് ആരാ? MLA ഫണ്ട് കൊടുത്ത് ഞാൻ ചെയ്യിച്ചതാണ്. മനസ്സിലാക്കണം. അതായത് ബഷീറിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റെ മുതലല്ല, സർക്കാരിൻ്റെ മുതലായി MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇവിടെ എല്ലാ വാർഡിലും നമ്മുടെ സൗരോർജ്ജ ലൈറ്റ് ഇട്ടു. ഇതാരുടെ ഫണ്ടാ? എനിക്ക് മനസ്സിലായില്ല. അവിടെ ഞാനുണ്ടാക്കുന്നതെല്ലാം ചെറുത്, എന്നാൽ ഈ വലിയതിനെ ഉണ്ടാക്കാൻ പാടില്ല അങ്ങോട്ട്. ഞാൻ വളരെ വിനയത്തോടൊരു കാര്യം പറയാം. എന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ഇതുപോലുള്ള സംവാദം കൊണ്ടൊന്നും
PC-യോറിനെ തോപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ജനപിന്തുണ ഉണ്ടെങ്കിൽ MLA ആവും. ജാതീയ ഈ നിയോജക മണ്ഡലത്തിൽ സംവരണത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് ജനപക്ഷ സ്ഥാനാർത്ഥിയായി ഞാൻ തെരഞ്ഞെടുക്കപ്പെടും. യാതൊരു സംശയമില്ല. ആശുപത്രിയുടെ കൂടെ പറയണ്ടേ? ആശുപത്രി കൂടെ പറഞ്ഞൊന്ന് പറയാം. ജാതീയ സംവരണത്തെ അനുകൂലിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്? നിലവിലുള്ള സംവരണം നിലവിൽ അതേപടി നിർത്തണം. SC/ST OEC OBC വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആ സംവരണം അതേപോലെ തന്നെ നിലനിർത്തണമെന്നുള്ളതാണ് BDJS-ന്റെ ആഗ്രഹവും അഭിപ്രായവും. ആ നിലപാടിൽ ഉറച്ചു തന്നെ BDJS പോവും. അതിനു വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. ജോർജ് കുട്ടി അഗസ്തി, ഇനി ഈ ചില രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരാം. കേരള കോൺഗ്രസ് നിന്നും ഈ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു പൂഞ്ഞാറിൽ. അവിടെ മത്സരിക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് തയ്യാറായി നിന്നിട്ടുണ്ട്. പെട്ടെന്നാണ് നാടകീയമായി താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതും താങ്കൾ രംഗത്തേക്ക് വരുന്നതും. ഇത് ചില അടിയൊഴുക്കുകൾക്ക് കാരണമാകില്ലേ പൂഞ്ഞാറിൽ? തീർച്ചയായും പൂഞ്ഞാർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് പാർട്ടിക്കും കേരള കോൺഗ്രസ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും പ്രത്യേകിച്ച് മറ്റ് ഘടകകക്ഷികളുണ്ട്. വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് പാർട്ടി ഈ സീറ്റ് ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ നിലവിലുള്ള സീറ്റ് തീരുമാനിക്കുന്നത് നിയോജകമണ്ഡലം തലത്തിലല്ല, സംസ്ഥാന തലത്തിലാണ്. എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ശ്രീ ടോമി കല്ലാനി, ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ ചെയർമാനായിരിക്കുമ്പോൾ കൗൺസിലറായിരുന്നയാളാണ്. DCC പ്രസിഡന്റാണ്. വളരെ ഊർജ്ജസ്വലനായ യുവാവാണ്. സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല. കൂടാതെ കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ നിരവധി പേർ നല്ല സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് വന്നു. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി UDF ഒറ്റക്കെട്ടായി ഇരുന്ന് ആലോചിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി മത്സരിക്കണം, അതിൽ ആർക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടത് എന്ന പൊതുവായ ഒരു ചിന്തയുടെ വെളിച്ചത്തിലാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ഐക്യജനാധിപത്യ മുന്നണിയിലെ വോട്ടർമാരിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടും. അത് ഈ സമീപകാല സംഭവങ്ങൾ കഴിഞ്ഞ ദിവസ പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശ്രീ PC ജോർജ്, സത്യത്തിൽ ഒരുപക്ഷെ ഈ 4 പോഡിയം ഇവിടെ ഇടില്ലായിരുന്നു. 3 പോഡിയത്തിന്റെ ആവശ്യമേ ഉണ്ടാകുമായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി താങ്കൾ ഇവിടെ വരുമായിരുന്നെങ്കിൽ. ഇവിടെ ഇരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ PC ജോർജ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു രാഷ്ട്രീയ പിന്തുണ PC ജോർജിന് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതൊന്നുമില്ല. അതിന് പുറമെയാണ് ഈ തരത്തിലുള്ള, അതായത് ചോദ്യം മനസ്സിലായി. ഞാൻ ജനപക്ഷ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളുടെ പിന്തുണയാണ് എനിക്ക്, നേതാക്കന്മാരുടെ അല്ല. നേതാക്കന്മാരൊക്കെ പല രീതിയിൽ അങ്ങ് പോവും. ജോർജ് കുട്ടി അഗസ്തി പറഞ്ഞ ഒരു കാര്യം, ജോർജ് കുട്ടി അഗസ്തി കേരള കോൺഗ്രസ്സുകാരനായിരുന്നു, ഞാനുമായിരുന്നു. പക്ഷേ ജോർജ് കുട്ടി അഗസ്തി 2006 വാഴയ്ക്കെതിരെ പി ജോസഫ് പറഞ്ഞിട്ടാണെങ്കിലും സ്വതന്ത്രമായി മത്സരിച്ച് കെട്ടിവെച്ചത് പോയി. വാഴയ്ക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ തോക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ജോർജ് കുട്ടി അഗസ്തി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചു, ഇനി പള്ളിയിലേക്ക് പോവുകയാണ്. അത് പള്ളിപ്രസംഗമായിട്ട് നടക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം 2006 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പ്രിയങ്കനായ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി അഗസ്തി രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല. ഞാനത് പറഞ്ഞ് ജോർജ് കുട്ടി പണങ്ങണ്ട. ഞാൻ സത്യമാണ് പറഞ്ഞത്. അതിന് എനിക്ക് വിരോധമില്ല. പള്ളിയിൽ പോകാനോ അമ്പലത്തിൽ പോകാനോ എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. മോസ്കിൽ പോവാം. ഞാനത് പറയുന്നത് കുറ്റമില്ല, അത് നടന്നോളൂ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഇവിടുത്തെ 10 മണ്ഡലം പ്രസിഡന്റുമാർ കേരള കോൺഗ്രസിൻ്റെ, ഞാൻ എല്ലാവരും അറിയുന്നതാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ, അത് പേര് പറഞ്ഞ് അവരെയും ചെറുതാക്കാൻ ഞാനില്ല. യാതൊരു കാരണവശാലും ജോർജ് കുട്ടി അഗസ്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് KM മാണിയോട് പറഞ്ഞല്ലോ. എന്നിട്ട് പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളെ അപമാനിച്ചുകൊണ്ട് ജോർജ് കുട്ടി അഗസ്തിയെ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ജോർജ് കുട്ടി എന്നോട് പണങ്ങണ്ട. ജോർജ് കുട്ടി ഇപ്പോൾ ഞാൻ സംബന്ധിച്ചു, ജോർജ് കുട്ടി UDF സ്ഥാനാർത്ഥിയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങൾ കേട്ട വ്യക്തിയാണോ അങ്ങെന്ന് ആദ്യം അങ്ങ് പറയണം. കാരണം ഒരു പാർട്ടിയിൽ രഹസ്യ സ്വഭാവമുണ്ട്. രഹസ്യ സ്വഭാവത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കും. അത് അങ്ങ് അവിടെ ഇരുന്ന് കേട്ടോ, അതോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് എന്ന് ആദ്യം പറയാം. മാണി ഗ്രൂപ്പിന്റെ MLA അത് നമുക്കറിയാമല്ലോ. ഇപ്പം മാണി ഗ്രൂപ്പിൻ്റെ MLA ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 10 വർഷം മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ജോസഫ് ഗ്രൂപ്പ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് അവിഭക്ത കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നെ മാത്രമല്ല, കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമല്ല, പൂഞ്ഞാർ വന്ന് എന്നെ പരിഗണിച്ചിരുന്നു. പക്ഷേ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ശ്രീ PC ജോർജ് അംഗമാണ്. ആ PC ജോർജിന് സീറ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ആദ്യം
പൂഞ്ഞാർ നിയോജകമണ്ഡലം തരാമെന്ന് പറഞ്ഞിട്ട് PC ജോർജിന് സീറ്റ് കിട്ടാൻ വേണ്ടി ആ സീറ്റ് തരാതിരുന്നു. ആ സമയത്ത് അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. അതിനെതിരെയുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധമായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് റിബൽ എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായിട്ടല്ല, ജോസഫ് വാഴയ്ക്കിനെതിരായിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു ആശയ സമരത്തിൻ്റെ സീറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി നടത്താൻ പറഞ്ഞൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം. വീണ്ടും അന്ന് തന്നെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ശ്രീ KP ഷൗക്കത്ത് മത്സരിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി KP ഷൗക്കത്ത് മത്സരിച്ചിരുന്നു. അത് അന്നത്തെ UDF-ലെ ചില സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഞാനന്ന് മത്സരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടുമല്ല, ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അന്ന് മത്സരിച്ചതാണ്. ശ്രീ അച്യുതരൻ, ഇവിടെ താങ്കൾ പറഞ്ഞു ഒരു MLA എന്ന നിലയിൽ PC ജോർജ് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്, ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന സമയത്താണെന്ന് പറഞ്ഞു. ഇത്തവണയും അത്തരം ഒരു അവസരം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ PC ജോർജ് പറഞ്ഞു മാധ്യമങ്ങളോട്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ ഞാൻ മത്സരിക്കുമെന്ന്. പക്ഷേ ചിത്രമെല്ലാം പെട്ടെന്ന് മാറി മറയുകയായിരുന്നു. രാഷ്ട്രീയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ കോണുകളിൽ നിന്നാണ് ഇത്തവണ വോട്ടുകൾ കിട്ടാൻ സാധ്യത? നിങ്ങൾക്ക് എന്താണ് ഇവിടെയുള്ള പ്രതീക്ഷ? ഞാൻ ആദ്യമായിട്ടൊന്ന് പറയട്ടെ. എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ജോർജ് കുട്ടി പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ റിബലായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവരെല്ലാം CPM-നിട്ട് പാര പണിയാനാണ് നിന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ പാര പണിയുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പിന്നെ ശ്രീ PC ജോർജ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നേരെ അങ്ങ് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് കേരള കോൺഗ്രസ് സെക്യൂറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ PC ജോർജിന് സീറ്റ് കൊടുക്കാമെന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാരും പറഞ്ഞിരുന്നില്ല, ഞങ്ങളുടെ കമ്മിറ്റികൾ ആരും പറഞ്ഞിരുന്നില്ല. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ഈ കക്ഷിയുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടാം, നിങ്ങൾക്ക് സഹകരിക്കാമെന്ന് പറഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിലെ തന്നെ കോരുത്തോട് എരുമേലി പഞ്ചായത്തുകളിൽ PC ജോർജിന്റെ പാർട്ടിയുമായി സഹകരിക്കാതെ തന്നെ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. കോരുത്തോട് ഉണ്ടായിട്ടുണ്ട്. ശശിക്ക് തെറ്റിയതാണ്. അപ്പം ഞങ്ങള് അങ്ങനെ സഹകരിക്കേണ്ടത് സഹകരിച്ചോളാൻ പറഞ്ഞു. ഇത് ഇടതുപക്ഷ മുന്നണിയുമായ ഒരു ഐക്യത്തിന്റെ ഭാഗമല്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ വന്ന JS-ന് നമ്മൾ സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. JS ഇടതുപക്ഷത്തോട് പിണങ്ങിപ്പോയിട്ടില്ല, അവർ നിൽക്കുന്നുണ്ട്. ആ മഹാഭൂരിപക്ഷം നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ JS-ലെ മഹാഭൂരിപക്ഷവും നിൽക്കുന്ന പോലെ മഹാഭൂരിപക്ഷം പേരെ ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുക്കും. ഇടതുപക്ഷ മുന്നണിയുടെ ഭരണമാണ് കേരളത്തിന് മെച്ചമെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. അത് നടക്കും, യാതൊരു സംശയവും വേണ്ട. ഒറ്റ വാക്ക്, ശശി പറഞ്ഞ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുക. പക്ഷേ ശശി ഒരു കാര്യമുണ്ട്, ശശിയെ സംബന്ധിച്ചാൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ ഇങ്ങനെ പറയാൻ ബാധ്യസ്ഥരാണ്. എന്നെ സഹകരിപ്പിച്ചു എന്ന് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് കാരണം ഞാനങ്ങനെ ചതിക്കാമല്ല, അവിടെ തന്നെ ഇരിക്കും, റഷീദ മാറ്റുകയില്ല. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടെന്ന്, കണ്ണൂരേക്ക് എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് പോയേ? അവിടെ കാർഷിക മേഖല വഴി എന്നെ കൊണ്ട് എന്തിനാ പ്രസംഗിപ്പിച്ചേ? ആ പ്രസംഗത്തെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ആയിരക്കണക്കിന് ആൾ പങ്കെടുത്ത യോഗം, അത് ഞാൻ ഇത് കേരളം മുഴുവനല്ലേ ഈ ചാനലിൽ പോകുന്നത്, അവരുള്ളത് കേൾക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ജയരാജൻ, അതായത് നമ്മുടെ CBI വേട്ടയാടുന്ന ഞാൻ സ്നേഹിക്കുന്ന സഖാവ് ജയരാജൻ, P ജയരാജൻ, അന്ന് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഫോണിൽ വിളിച്ച് കൺഗ്രാജുലേഷൻ നന്ദി പറയുക മാത്രമല്ല ചെയ്തത്, സഖാവ് PC തന്നെ വിളിച്ച് സഖാവ് PC വന്ന സ്ഥലത്തെല്ലാം നമുക്ക് മുന്നേറ്റമുണ്ടായി, നന്ദിയുണ്ടെന്ന് എന്നോട് പറഞ്ഞെൻ്റെ ശശി. ഇത് ആർക്കറിയാം, സത്യമാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നോട് കടിച്ച് ചെയ്യാവോ? തർക്കത്തിന് ഞാനില്ല, ശശിയുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം, പക്ഷേ നീതിയല്ല, അതേ ഉള്ളൂ. ചോദ്യം UDF സ്ഥാനാർത്ഥിയോടും പിന്നെ ശ്രീ PC ജോർജ് MLA-യോടുമാണ്. രണ്ടുപേരും മറുപടി പറയേണ്ട കേസാണ്. വികസനമാണ് പൂഞ്ഞാറിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. PC ജോർജ് ഇവിടെ MLA ഇവിടെ സൂചിപ്പിച്ചു, KM മാണി സ്വാധീനമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ KM മാണിയുടെ MLA വരുന്നിടത്തോളം കാലം ഈരാറ്റുപേട്ട താലൂക്ക് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ മാത്രം, ഒരു MLA വന്നാൽ മാത്രമേ ഈരാറ്റുപേട്ടയും അതോടൊപ്പം പൂഞ്ഞാറും വികസിക്കൂ. അത് പറയാം. അത് ബഹുമാന്യനായ PC ജോർജിനോട് ഒറ്റ വാക്കിൽ മറുപടി. കേരളത്തിൽ ഒരിടത്തും ഇത്തരം ചർച്ചയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ പങ്കെടുക്കുന്നില്ല, പാർട്ടിയാണ് പങ്കെടുക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രീ PC ജോർജ് ഈ വേദി ഒരു സ്ഥാനാർത്ഥി അടക്കമുള്ള ഏതാണ്ട് ഈ വേദി
വളരെ തിരക്കുള്ള ആൾക്കാരുടെ 20 മിനിറ്റാണ് കവർന്നത്. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ 20 മിനിറ്റ് സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടിക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ ഇത്തരം വേദിയിൽ സംസാരിക്കുന്നത്. ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കാൻ പോയതിന് സമയം തന്നില്ല ഇടയ്ക്ക് ചോദിച്ചുകൊണ്ട്. നമ്മുടെ പൂഞ്ഞാർ താലൂക്ക് ഈരാറ്റുപേട്ട കേന്ദ്രമായി വരണം എന്നുള്ള ആഗ്രഹം ഈരാറ്റുപേട്ടക്കാരൻ്റെ ഓരോ പിഞ്ചു കുഞ്ഞിൻ്റെയും ആഗ്രഹമാണ്. PC ജോർജ് നിന്ന കാലത്ത് വന്നില്ല, UDF നിന്ന കാലത്തും വന്നില്ല. സഖാവ് ഷൈസാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരിക്കുന്ന കാലത്ത് മാത്രമാണ് പൊതുവികസനം എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു വികസനം. പോലീസ് സ്റ്റേഷൻ, പിന്നെ ഫയർ സ്റ്റേഷൻ, അടക്കം പറയട്ടെ, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ വന്ന NS ജോസഫിന്റെ കാലത്താണ്. ഫയർ സ്റ്റേഷൻ നിഷേധിക്കാൻ കഴിയില്ല. ഫയർ സ്റ്റേഷൻ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇവിടെ എന്ത് പറഞ്ഞാലും. ഇവിടെ KSRTC വന്നത് ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. പൊതുവികസന ഫണ്ട് കൊണ്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈരാറ്റുപേട്ടയിൽ എടുത്തു കാണിക്കാൻ കഴിയുമോ? കാരണമുണ്ട്, മാണി കൊടുക്കില്ല. മാണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വന്നാലും കൊടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നൗഷാദ് പറഞ്ഞത് കേട്ടാണ് ഒരു കാര്യം. അങ്ങനെയാണ് നൗഷാദിന്റെ ആളായ NN ജോസഫ് ഉണ്ടായിരുന്നല്ലോ. NN ജോസഫ് മന്ത്രിയായിരുന്നല്ലോ. എന്നിട്ട് എന്താ താലൂക്ക് ഉണ്ടാക്കാഞ്ഞേ? NN ജോസഫ് മന്ത്രിയല്ലായിരുന്നോ? ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിട്ടും താലൂക്ക് ഉണ്ടായില്ലല്ലോ. എന്തിനാ ഈ കളിപ്പീരുമായിട്ട് ഇറങ്ങി നടക്കുന്നത്? നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഓരോ കാലഘട്ടങ്ങളിലും പൊതുഖജനാവിൽ നിന്ന് ജനങ്ങൾ കൊടുക്കുന്ന നികുതി അനുസരിച്ച് നികുതിയെടുത്ത് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടപ്പാക്കിയാൽ എല്ലാവരും പറയും, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജനപ്രതിനിധി പറയും അത് എൻ്റെ നേട്ടമാണ്. 2, ഏതെങ്കിലും വികസന പ്രവർത്തനം ഈ മേഖലയിൽ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭരിച്ച ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ കുറവല്ല, രാഷ്ട്രീയമായ ചില അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ എന്നതാണ് ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം, അതുമല്ലെങ്കിൽ വിവാദങ്ങളിൽപ്പെട്ടാണ് പല വികസനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നഷ്ടം സംഭവിക്കും. അതാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ വികസന കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. അതിനി സംഭവിക്കില്ല. മത്സരിക്കുന്ന പാർട്ടിയോട്, സീറ്റ് തന്ന മുന്നണിയോട്, വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ജനവികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കർമ്മ പരിപാടി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇല്ലല്ലോ, MLA അല്ലല്ലോ ജോർജ് കുട്ടി. അതിനു മുമ്പ് മാണിസാറിന്റെ ഏറ്റവും അടുത്ത സമ്പന്ന സഹചാരിയായി, മാണിസാറിന്റെ മനസാക്ഷിയായി, മാണിസാറിന്റെ ഏറ്റവും വലിയ ഹൃദയമായി, സൂക്ഷിപ്പുകാരനായി ഉണ്ടാക്കാൻ മേലായിരുന്നു. ഞാൻ ഇല്ലാത്തപ്പോ ഉണ്ടാക്കാമായിരുന്നല്ലോ. അതെ, അങ്ങ് ഗവൺമെന്റിലെ ചീഫ് വിപ്പായിട്ട് മാണിസാറിന്റെ മനസാക്ഷിയായി, ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിയായി അങ്ങ് ഉണ്ടായിരുന്നു. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ആത്മപരിശോധന ചെയ്യുക. ഇന്ന് രണ്ടു മുന്നണികളും അങ്ങേ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ആത്മപരിശോധന ചെയ്യുക. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയും ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയും ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ PC ജോർജിന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് ചെയ്ത ഒരാളാണ്. ഇപ്രാവശ്യം ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് PC ജോർജ് എന്നുള്ള ഒറ്റ തിരിച്ചറിവ് കൊണ്ട് UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥി അല്ലാതിരിക്കെ അദ്ദേഹം ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യും. നൗഷാദ് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാണ്. ചോദ്യത്തിന് മറുപടി താങ്കൾ പറയണ്ട, താങ്കൾക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. ചോദ്യത്തിന് മറുപടി താങ്കൾ. ഈ ജനങ്ങള് ഈ തെരഞ്ഞെടുപ്പില് ശ്രീ PC ജോർജിന് ഒപ്പം ഉണ്ടാവും. അതിന് ചോദ്യമുണ്ടോ? പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് താങ്കളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് താങ്കള് 15,000 വോട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും താങ്കൾ പിടിച്ചു. അതിനുശേഷം താങ്കൾ ഇന്ന് നിയോജക മണ്ഡലത്തില് ഏത് അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്? ഒന്ന്. രണ്ടാമത് LDF സ്ഥാനാർത്ഥിയോട് ആൾക്കാരോട് ചോദിക്കാനുള്ളത്, 5 വർഷക്കാലം UDFന്റെ ഔദാര്യം പറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് 1 മാസം ബാക്കി നിൽക്കെ ഇവിടെ കടന്നു വന്നുകൊണ്ട് UDFന്റെ LDFന്റെ ഈ നാട്ടുകാരുടെ വോട്ട് തട്ടാനുള്ള ശ്രമമായിട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ കടന്നു വന്നതെങ്കിൽ ഈ ജനപക്ഷ സ്ഥാനാർത്ഥിയായ PC ജോർജിന് മേൽക്കൈമ നേടിക്കഴിഞ്ഞു. മറുപടി പറഞ്ഞു. എങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ചോദ്യം. യുഡിഎഫിനൊപ്പം നിന്നവരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് വോട്ട് പിടിക്കാനുള്ള ഈ ചർച്ച ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീ PC ജോസഫ് 2014 മാർച്ച് മാസത്തിൽ സ്റ്റേറ്റ് കാറുമെല്ലാം ഉപേക്ഷിച്ച് കർഷക ദ്രോഹ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചതിനെതിരെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ പോരാടാൻ പോയതാണ്. ഈ സുഹൃത്ത് പറയുന്ന ശ്രീ PC ജോർജ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാർ എന്നാ ഉപേക്ഷിച്ചത്?
2015 അപേക്ഷിച്ചത്. അദ്ദേഹം ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ MLA ആണ്. ഇദ്ദേഹം ഇപ്പോഴും മാണി ഗ്രൂപ്പിന്റെ MLA ആണ്. ഇദ്ദേഹം ജനപക്ഷമൊന്നുമല്ല. അത് വേറെ വിഷയമാണ്. അത് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ച കാര്യം, കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചതിനെ സംബന്ധിച്ച് ബഹുമാനിത ഒരു ചോദ്യം ചോദിച്ചു. ഒന്ന് മനസ്സിലാക്കുക, PC ജോർജ് ഇന്ന് ഇവിടെ ജനപക്ഷം എന്ന് പറയുന്നത് പോലെ ഞാനും ഒരു പക്ഷത്താണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് 14,000-ഓളം വോട്ട് രണ്ടു മുന്നണികൾക്കും അപ്പുറം എനിക്ക് അവിടെ പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. അത് ഒരു ജനകീയ സ്വഭാവമുള്ള പൊതുവോട്ടാണ്. 2, ഞാൻ മത്സരത്തിൽ പരാജയപ്പെട്ട ഞാൻ പള്ളിയിലേക്ക് മാത്രമല്ല പോയത്, ഈ ഇരിക്കുന്ന BEd കോളേജിലും എല്ലാ വർഷവും വരുന്നുണ്ടായിരുന്നു അധ്യാപകരെ പരിശീലിപ്പിക്കാൻ വേണ്ടി. തടവറകളിൽ പെട്ടുപോയ മനുഷ്യർക്ക് ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം കണ്ടെത്താൻ തടവറകളിലേക്ക് പോകാറുണ്ടായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടു പോയ മനുഷ്യർ, ഗവൺമെന്റ് പറയുന്നു, നമ്മുടെ മുദ്രാവാക്യമുണ്ടല്ലോ, 1 തുള്ളി മദ്യം 1000 തുള്ളി കണ്ണുനീർ. 1 തുള്ളി മദ്യം 1000 തുള്ളി കണ്ണുനീരാണ്. കേരളത്തിലെ നിരാലംബരായ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് കാരണമായ യുവജന മനസാക്ഷി തകർക്കുന്ന ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാൻ ഞാനുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ രാഷ്ട്രീയം. അച്ഛൻ പറയുന്നുണ്ട്, ഇത്തവണ ഈ 3.5 കോടി രൂപ ഇല്ല. അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയാതിരിക്കുക. പ്രസംഗിച്ച പറഞ്ഞ നാട്ടുകാർ തല്ലും ഈ സ്ഥാനാർത്ഥി. മര്യാദ കൊണ്ട് പറയാത്ത മദ്യനയം, ബാർ കോഴ കേസ്, സോളാർ വിവാദം, ഇതെല്ലാം ഇവിടെ ചർച്ചയാകും. എനിക്ക് നേരമില്ല. ഇതൊക്കെ ചർച്ചയാകും. എനിക്കൊരു എന്റെ ഒരു ചോദ്യത്തിന് മറുപടി തന്നിട്ട് താങ്കൾ പൊക്കോളൂ. ബഹുമാനപ്പെട്ട PC ജോർജ് MLA-യോട് എനിക്ക് പോണം. ബഹുമാനപ്പെട്ട PC ജോർജ് MLA-യോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ എല്ലാ ചാനലുകളിലും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും KM മാണി സാറെ ഉൾപ്പെടെ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും മുൾമുള്ളിൽ നിർത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് ഈരാറ്റുപേട്ട താലൂക്കാക്കിയില്ലെങ്കിൽ ഞാനിതാ രാജിവെക്കുന്നു എന്നൊരു വർത്തമാനം പറയാൻ പണ്ടാളം കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വളരെ എനിക്ക് സൗകര്യമില്ല. നീ ആരാ മനസ്സിലായിട്ട് ഇവിടെ വർത്താനം പറഞ്ഞിട്ട് നീ ഉണ്ടാക്കാൻ പറ്റും അങ്ങോട്ട് അതുണ്ടാക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തൊക്കെയാണ് കേരളം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? എന്തൊക്കെയാണ് കേരളം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? പൂഞ്ഞാറിൽ ഇക്കുറി അതിശക്തമായ ചതുഷ്കോണ മത്സരം നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമായ സൂചനയാണ് ദി ബിഗ് ഫൈറ്റിലെ ഈ ചർച്ച നമുക്ക് നൽകുന്നത്. ദി ബിഗ് ഫൈറ്റിൽ സഹകരിച്ച നേതാക്കൾക്കും പൂഞ്ഞാറിലെ ജനങ്ങൾക്കും നന്ദി.